The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. സോ എല്ലാവരും അടിപൊളിയായിട്ട് ഓണമൊക്കെ ആഘോഷിച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് പായസമൊക്കെ കഴിച്ച് നല്ല ഹാപ്പി മൂഡിലാണ് അല്ലേ? എല്ലാം കഴിഞ്ഞു, ആഘോഷമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഓണം വരെ കാത്തിരിക്കണം ഇതുപോലുള്ള ഹാപ്പിനെസ്സൊക്കെ കിട്ടണമെങ്കിൽ. അതിനിടയിൽ നമുക്ക് കൊറോണ വന്നു. അപ്പോൾ അതൊന്നും നമുക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തു പോകാൻ നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ഓക്കെ, സോ അത് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു EVS ക്ലാസ്. And as I said in the previous class, we will start the new chapter. Do you know which is the chapter? Yes, it is chapter 3, My Neighborhood. So what do you know about a neighborhood? In the last chapter also we have studied about neighborhood. എന്താണ് neighborhood എന്ന് വെച്ചാൽ the area around our house. അല്ലേ? The area around our house is called a neighborhood. So which are the neighborhood places? You have already studied. ഏതൊക്കെയായിരുന്നു നെയ്ബർഹുഡ് പ്ലേസസ് നമ്മൾ പഠിച്ചത്? യെസ്, ഹോസ്പിറ്റൽ, പാർക്ക്, സ്കൂൾ, ലൈബ്രറി, സൂപ്പർ മാർക്കറ്റ്, ഇതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത് അല്ലേ? ഡു യു റിമെമ്പർ ദ മാപ്പ് ഓഫ് പ്രിയാസ് നെയ്ബർഹുഡ്? ടേക്ക് ദാറ്റ് പേജ് അഗെയിൻ ആൻഡ് ലുക്ക് ദ പ്രിയാസ് നെയ്ബർഹുഡ് പ്ലേസസ് വൺസ് അഗെയിൻ. ഒന്നുകൂടി ഒന്ന് നോക്കൂ. Which are the various places in Priya's neighborhood? Yes. എന്തൊക്കെയാണ്? ലൈബ്രറി, വിജീസ് സൂപ്പർ മാർക്കറ്റ്, ക്രിസലിസ് പ്രൈമറി സ്കൂൾ, സത്യാസ് പാർക്ക് ആൻഡ് പ്ലേ ഗ്രൗണ്ട്, യെസ്, സുമീസ് ഹോസ്പിറ്റൽ ആൻഡ് സം സ്ട്രീറ്റ്സ് were there. ഏതൊക്കെയായിരുന്നു ആ സ്ട്രീറ്റ്സ്? RK സ്ട്രീറ്റ്, ദെൻ CL സ്ട്രീറ്റ്, ശിവ സ്ട്രീറ്റ്, പിന്നെ MG റോഡ് ഉണ്ടായിരുന്നു അല്ലേ? ദീസ് ആർ ദ നെയ്ബർഹുഡ് പ്ലേസസ്. ആൻഡ് ഡു യു റിമെമ്പർ ഹു വർ ദ നെയ്ബേഴ്സ് ഓഫ് പ്രിയ? യെസ്, ജോൺ, നീതി, അലി, രാജി, ഇവരൊക്കെയായിരുന്നു പ്രിയയുടെ നെയ്ബേഴ്സ്. സോ ഇൻ ദിസ് ചാപ്റ്റർ വി വിൽ സ്റ്റഡി മോർ അബൌട്ട് നെയ്ബർഹുഡ് പ്ലേസസ്. സോ കുറച്ച് നെയ്ബർഹുഡ് പ്ലേസസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെയ്ബർഹുഡ് പ്ലേസസും അതിൻ്റെ ഇമ്പോർട്ടൻസും പിന്നെ കുറച്ച് കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സും അവരെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എന്തൊക്കെയാണ്? അബൌട്ട് നെയ്ബർഹുഡ് പ്ലേസസ്, ദെയർ ഇമ്പോർട്ടൻസ് ആൻഡ് സം ഓഫ് ദ കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സ്. നൗ യു വാച്ച് കെയർഫുള്ളി വിച്ച് ആർ ദ നെയ്ബർഹുഡ് പ്ലേസസ് ആൻഡ് ആൻസർ സം ക്വസ്റ്റ്യൻസ്. ഓക്കെ, നെയ്ബർഹുഡ് പ്ലേസസ് ടീച്ചർ കാണിച്ചു തരും, അതിൻ്റെ പേരും കാണിച്ചു തരും. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസും ടീച്ചർ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ആൻസേഴ്സ് ടീച്ചർ പറഞ്ഞു തരും. ബട്ട് അതിന് മുമ്പായിട്ട് നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ ആൻസർ ചെയ്യുക. ഓക്കെ, സോ നൗ യു വാച്ച് ദ വീഡിയോ കെയർഫുള്ളി ആൻഡ് ട്രൈ ടു ആൻസർ ദ ക്വസ്റ്റ്യൻസ്. സോ ലിസൺ ചിൽഡ്രൻ. The first one is a library. What is a library?
A library is a place where books, magazines, and other materials are kept for our use. അപ്പോൾ ലൈബ്രറിയിൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ബുക്സ് സെലക്ട് ചെയ്യാം, വായിക്കാം, ആൻഡ് യു ക്യാൻ സ്റ്റഡി ഓൾസോ. വാട്ട് ഡു വി ഡു ഇൻ എ ലൈബ്രറി? യെസ്, വി വിൽ സിറ്റ്, read and study in a library. We can also borrow books and magazines from a library. നമുക്കിഷ്ടമുള്ള ബുക്സ് എടുക്കാം, അതുപോലെ വീട്ടിൽ കൊണ്ടുപോയി വായിച്ച് തിരിച്ചു വയ്ക്കുകയും ചെയ്യാം. ഇതൊക്കെയാണ് ലൈബ്രറിയുടെ യൂസസ്. സോ വി ഷുഡ് ഹാവ് എ ഗുഡ് ലൈബ്രറി ഇൻ അവർ നെയ്ബർഹുഡ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് എ സ്കൂൾ. വാട്ട് ഇസ് എ സ്കൂൾ? A school is an institution for educating children. What do we do in a school? നമ്മൾ സ്കൂളിൽ പോയാൽ എന്താണ് ചെയ്യുക കുട്ടികളെ? Yes, we will study, play and learn many new things with the help of teachers. And the next one is a restaurant. ഹാവ് യു എവർ ഗോൺ ടു എ റെസ്റ്റോറൻറ്റ്? എപ്പോഴെങ്കിലും റെസ്റ്റോറൻറ്റ്സിൽ പോയിട്ടുണ്ടോ? യെസ്. വാട്ട് ഈസ് എ റെസ്റ്റോറൻറ്റ്? എ റെസ്റ്റോറൻറ്റ് ഈസ് എ പ്ലേസ് വെയർ പീപ്പിൾ പേ ടു സിറ്റ് ആൻഡ് ഈറ്റ് ഡെലീഷ്യസ് മീൽസ്. ആൻഡ് വാട്ട് ഈസ് ദ നെക്സ്റ്റ് വൺ? ഇറ്റ് ഈസ് എ ഹോസ്പിറ്റൽ. വാട്ട് ഈസ് എ ഹോസ്പിറ്റൽ, മൈ ഡിയർ ചിൽഡ്രൻ? Yes, a hospital is a place where sick people are treated. And the next one is your favorite place. That is a park. What is a park, my dear children? Can you say? What can we do in a park? നമ്മൾ പാർക്കിൽ പോയാൽ എന്താണ് ചെയ്യുക? We can play and enjoy in a park with our family and friends. And what is the next one? Yes, it is a police station. Who works in a police station? Police stationil ആരാണ് വർക്ക് ചെയ്യുക? Yes, police officers. And why do we need a police station in our neighborhood? എന്തിനാണ് നമുക്ക് പോലീസ് സ്റ്റേഷൻ നെയ്ബർഹുഡിൽ വേണം എന്ന് പറയുന്നത്? യെസ്, വി നീഡ് എ പോലീസ് സ്റ്റേഷൻ ടു പ്രൊട്ടക്റ്റ് അവർ നെയ്ബർഹുഡ് ബൈ ക്യാച്ചിങ് thieves and robbers. Dear children, can you identify the next place? Yes, it is a bank. Why do people go to a bank? Yes, to deposit and take money. And which is the next place? Yes, it is a supermarket. Why do people go to a supermarket? Yes, of course, people go to supermarket to purchase things for house. And can you say the next place? Yes, it is a bus stop. What is a bus stop, my dear children? Yes, a bus stop is a place where buses stop for passengers to get on and off the bus. And our last neighborhood place is water bodies. What do we get from the water bodies? Yes, we get water for our daily needs from water bodies. Do you know which are the types of water bodies we have in our neighborhood? Yes, there are many types like well, water tank, pond, lake, and river. And there are many other water bodies in our neighborhood. So we have studied
many neighborhood places today. Shall we recollect them? Library, school, restaurant, hospital, park, police station, bank, supermarket, bus stop, and water bodies. I hope now you have understood well about some of the neighborhood places. Now we can do the activity in the page number 25. അപ്പോൾ ഒരു ആക്ടിവിറ്റി മാത്രമേ ഈ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് ആക്ടിവിറ്റി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. സോ നൗ യു ഡു ദ ആക്ടിവിറ്റി 3.1 in the page number 25. Here are pictures of places that could be in a neighborhood. അപ്പോൾ ഇതിൽ ഈ പുതിയ ചാപ്റ്ററിലെ ഫസ്റ്റ് പേജിൽ കുറച്ച് നെയ്ബർഹുഡ് പ്ലേസസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ദർ ആർ സം നെയ്ബർഹുഡ് പ്ലേസസ് ദാറ്റ് കുഡ് ബി ഇൻ എ നെയ്ബർഹുഡ്. അപ്പോൾ നെയ്ബർഹുഡിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള കുറച്ച് നെയ്ബർഹുഡ് പ്ലേസസ് ആണ് ഇതൊക്കെ. വിച്ച് ആർ ദേ? ബാങ്ക്, പോലീസ് സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, ലൈബ്രറി, പോസ്റ്റ് ഓഫീസ്, റെസ്റ്റോറൻറ്റ്, railway station, school and hospital. So what you have to do is tick the places that are in your neighborhood. അപ്പോൾ ഈ പിക്ചേഴ്സിൽ ഏതൊക്കെയാണോ നിങ്ങളുടെ നെയ്ബർഹുഡിലുള്ളത് അത് മാത്രം ടിക്ക് ചെയ്യാം. ഓക്കെ, സോ ഇത് മാത്രമേ ഇതൊക്കെ ചെയ്യാനുള്ളൂ. പിന്നെ ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഓക്കെ, വാട്ട് ആർ ദ 2 പ്ലേസസ് ദാറ്റ് യു വിഷ് യുവർ ഇൻ യുവർ നെയ്ബർഹുഡ്? അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി ടിക്ക് ചെയ്ത് കഴിഞ്ഞു നിങ്ങളുടെ നെയ്ബർഹുഡിലുള്ളത്. അപ്പോൾ ഇതിൽ സം പിക്ചേഴ്സ് യു വിൽ ബി മിസ്സിങ്. അപ്പോൾ ഇതിലെല്ലാ പ്ലേസസും നിങ്ങളുടെ നെയ്ബർഹുഡിൽ ഉണ്ടാവണമെന്നില്ല. സോ യു ഹാവ് ടു റൈറ്റ് വിച്ച് ആർ ദ 2 പ്ലേസസ് യു വിഷ് വേർ ഇൻ യുവർ നെയ്ബർഹുഡ്. അതായത് നെയ്ബർഹുഡിൽ നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു, ഈ പ്ലേസസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സൗകര്യം ഉണ്ടാവും എന്ന് നിങ്ങൾ വിചാരിക്കുന്ന 2 നെയ്ബർഹുഡ് പ്ലേസസിൻ്റെ പേര് യു ഹാവ് ടു റൈറ്റ് ഇൻ ദ ഫസ്റ്റ് ഡാഷ്. ഓക്കെ, ഐ വാണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫസ്റ്റ് ഡാഷ് ഉണ്ട്, വലിയ ഡാഷ്. അതിൽ 2 നെയ്ബർഹുഡ് പ്ലേസസ് നിങ്ങളുടെ നെയ്ബർഹുഡിൽ ഇല്ലാത്തതായിട്ട് ഉള്ളത് ഏതാണോ അത് എഴുതാം. ഓക്കെ, ദെൻ അതിൻ്റെ കാരണം എഴുതാം. വൈ ക്വസ്റ്റ്യൻ ഓൾസോ ദെയർ. സോ വൈ എന്ന് എഴുതുമ്പോൾ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? ബിക്കോസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ആൻസർ എഴുതാം അല്ലേ. സോ ഇൻ മൈ നെയ്ബർഹുഡ് ബിക്കോസ് 2 dashes are given. So you have to write in a sentence why you want that places എന്നാണ് അതിൻ്റെ ആൻസറാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. എന്തിനാണ്? ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ വൈ യു വോണ്ട് ദ റെയിൽവേ സ്റ്റേഷൻ ഇൻ യുവർ നെയ്ബർഹുഡ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഒരു സെൻറ്റൻസിൽ എഴുതുക. ആൻഡ് വൺ മോർ യു ഹാവ് ടു റൈറ്റ്. സോ 2 നെയ്ബർഹുഡ് പ്ലേസസും അത് എന്തിനു വേണ്ടിയാണ്, എന്തുകൊണ്ടാണ് നിങ്ങളത് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നത് എന്നുള്ള റീസണും കൂടെ എഴുതാം. ദാറ്റ്സ് ഓൾ ഇൻ ദ ആക്ടിവിറ്റി 3.1. So rest of the activity and the other portions we will discuss in the next class. Till then, take care. Bye.